ഹായ് ഫ്രണ്ട്സ്, സ്വപ്നസഞ്ചാരിയിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തെ ഞാനിന്ന് വേളാങ്കണ്ണിയിലാണുള്ളത്. വേളാങ്കണ്ണി ഇന്നലെ നൈറ്റോട് കൂടി എത്തി. അപ്പോൾ നൈറ്റിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പകലിലൊരു ഇവിടുത്തെ കാഴ്ചകളും നമ്മൾ മലയാളം കുർബാനയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറി കൂടാനായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വേളാങ്കണ്ണിയിലെ ഫുൾ കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ ഞാൻ വേളാങ്കണ്ണിയിൽ എത്തിയിട്ടുണ്ട്. ഇത് സന്ധ്യാസമയം ഒരു 6 മണിയായപ്പോൾ ഞാൻ വേളാങ്കണ്ണിയിൽ എത്തിയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും റൂം സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്താണുള്ളത് കേട്ടോ. അപ്പോൾ റൂം സെറ്റ് ചെയ്തിട്ട് എന്തായാലും പള്ളി ഒന്ന് കറങ്ങി കാണാം. അപ്പോൾ അതേ ഞാൻ നൈറ്റ് നടന്ന് പള്ളിക്കുള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ മുട്ടിട്ടെഴിയുന്ന നേർച്ച നടക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പകൽ നല്ല വിശദമായിട്ട് കാണിച്ചു തരാം. ഈ നൈറ്റാണ് നമുക്ക് മുട്ടിട്ടെഴിഞ്ഞ് നേർച്ച തീർക്കാനായിട്ട് പറ്റിയ സമയം. കാരണം വെയിലൊന്നും ഉണ്ടാകത്തില്ല, നല്ല ദൂരം നമുക്ക് പോകണം. അപ്പോൾ ഇത് ഇവിടെ കണ്ടില്ലേ, ഇവിടുത്തെ ആ ഒരു പള്ളിയിലേക്ക് രാത്രി കാഴ്ചകൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് കുറച്ചൊന്ന് കറങ്ങിയിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. നല്ല യാത്രാക്ഷീണമുണ്ട്. അപ്പോൾ നല്ല ട്രാവൽ ചെയ്താണ് ഞാൻ വന്നത്. ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു യാത്രാക്ഷീണമുണ്ട്. ഞാൻ വന്ന റോഡൊന്നും എടുത്തിട്ടില്ല, ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റുണ്ട്. എൻ്റെ കാർ താഴെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പരിസരത്ത് തന്നെയാണ് റൂം എടുത്തത്. ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. അതിനകത്താണ് റൂം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പള്ളിയുടെ ഒരു വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടുവരുന്നുണ്ടല്ലേ. അപ്പോൾ അടിപൊളിയാണ് ഇവിടുത്തെ ഒരു കാഴ്ച കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് എന്തായാലും രാവിലെ ഒരു ചായ കുടിക്കാനൊരു കേരള മലയാളി ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു തുടങ്ങാം കേട്ടോ. അപ്പോൾ ചായ കൈ കിട്ടിയിട്ടുണ്ട്. ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ. നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി നമ്മൾ ചായ കുടിക്കും പോലെ ചെറിയൊരു ഗ്ലാസ്സാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിലെ ചായ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ചായയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീണ്ടും ഞാൻ റൂമിൽ വന്നു. കുളിച്ച് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. സൂര്യൻ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മഴയാണെന്ന് കേട്ടപ്പോൾ ഞാനിവിടെ നട്ടരിയായ വെയിലത്തൂടെ 2 ദിവസം കൊണ്ട് നടക്കുന്നത് കേട്ടോ. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡിൽ രാവിലെയുള്ള വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല തിരക്കുണ്ട്. അപ്പോൾ തിരക്ക് എന്തായാലും ഞാൻ പരിഗണിക്കാതെ എന്തായാലും ഇവിടുത്തെ പള്ളിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നേരെ ഞാൻ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ കുരിശടിയിൽ അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പള്ളി കാണാനായിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ആവറേജ് ഒരുപാട് നായ്ക്കളുടെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ആദ്യത്തെ ഒരു എൻട്രൻസാണ്, ആദ്യത്തെ ഒരു കുരിശടി. അപ്പോൾ ഇതും കണ്ട് ഞാൻ എന്തായാലും ഇവിടുത്തെ കാണിക്കൈ വിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ നേർച്ചയ്ക്കുള്ള നമ്മൾ ഹാരമൊക്കെ മേടിക്കാൻ പോകണം. ഹാരമൊക്കെ മേടിച്ചിട്ട് ഞാൻ എന്തായാലും തിരികെ ഇവിടെ നേർച്ചയിട്ട് തീർക്കണം. വരുമ്പോൾ കാണുന്ന ഒരു മാതാവിൻ്റെ രൂപമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഞാനും എന്തായാലും 2 ഫോട്ടോ എടുത്ത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട് കേട്ടോ, വലിയൊരു രൂപം. അത് നമുക്ക് പിന്നീട് ലാസ്റ്റ് കാണാം. അപ്പോൾ നേരെ ഞാൻ വീണ്ടും ആ പള്ളിയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളിയൊക്കെ ഒരു ജാങ്ക് പള്ളിയാണ്. ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷേ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ആ ഒരു പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങണം എവിടെ നിർത്തണമെന്നൊന്നും അറിയാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ഈ പള്ളിയുടെ ബാൽക്കണിയിലോട്ട് കയറിയിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടേക്ക് ഒരുപാട് ആൾക്കാരിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. മലയാളികൾ ഒരുപാടുണ്ട്, എല്ലാ ഭാഷക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വമ്പൻ തിരക്കാണ്, വെക്കേഷൻ പൊളിക്കുകയാണ് ആൾക്കാർ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, കുർബാനയ്ക്കുള്ള ഒരുക്കം നടക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും മറുസൈഡിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നടപ്പന്തലൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകൾ ഇങ്ങനെ, അവിടെ തിരക്കില്ല. അപ്പോൾ ആ തിരക്കില്ലാത്ത സൈഡിലെ വീഡിയോ ഞാൻ എന്തായാലും പകർത്തിയിട്ട് ഞാൻ മറുസൈഡിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് ഹാരം മേടിക്കാനായിട്ടുള്ള ശ്രമമാണ് കേട്ടോ. അപ്പോൾ നേരെ പള്ളിയുടെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് ഇവിടെയാണ് നേർച്ചയൊക്കെ നമുക്ക് ഇടാനും മെഴുതിരി കത്തിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ വന്നു നിന്ന് ഞാൻ എന്തായാലും 2 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു പള്ളി നിങ്ങൾക്ക് വേളാങ്കണ്ണി വന്നിട്ടുള്ളവർ അറിയാം. ഇതാണ് ഫുള്ള് ആ പഴയ ഒരു പള്ളിയുടെ മെയിൻ കവാടവും ആ ഒരു വ്യൂ പോയിൻറ്റും. അപ്പോൾ ഇത് കണ്ട് കാണുന്നവർ ചിലപ്പോൾ വിചാരിക്കുമായിരിക്കും ഞാൻ എന്തായാലും ഇങ്ങനെ പറയുന്നത്, എനിക്കിത് എങ്ങനെ തുടങ്ങണമെന്നൊരു പിടിയില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ നേരെ ഞാൻ ഇവിടെ ഒരു ഹാരം മേടിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പഴയ ഒരു ഇതുണ്ട് ഹാരം മേടിക്കാൻ, അത് ആ പഴയ പള്ളിയുടെ ബാക്കിലായിട്ട് കേട്ടോ. ഇവിടെ ഹാരം മേടിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഭയങ്കര ഫിഷക്കാരാണ് കേട്ടോ. ഫിഷക്കാരുടെ ഒരു രക്ഷയുമില്ല.
അപ്പോൾ ദേ ഇവിടെ ടോയ്സൊക്കെ ഒരുപാടുണ്ട്. വമ്പൻ തിരക്കാണ്. ടോയ്സും പലഹാരങ്ങളും ഒക്കെ വിൽക്കുന്നൊരു വമ്പൻ കച്ചവടം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കച്ചവടത്തിൽ നിന്ന് ഞാനും എന്തായാലും മെഴുകുതിരിയും ഒക്കെ ഞാനും മേടിച്ചിട്ടുണ്ട്. ഒരു ഹാരമൊക്കെ മേടിച്ചിട്ടുണ്ട്. അതും കണ്ട് ഞാൻ ഇവിടുത്തെ ഒരു കാഴ്ച കണ്ടില്ലേ, വമ്പൻ തിരക്കാണ് കേട്ടോ. അപ്പോൾ അതും കണ്ട് നേരെ ഇവിടെ നേർച്ച തീർക്കാനായിട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു പള്ളിയുടെ മറു സൈഡിലാണ് ഇവിടെ തിരി കത്തിക്കാനും നമുക്ക് നേർച്ച ഇടുന്ന ഹാരം നമുക്കിവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് തരുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് മേടിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതിനകത്താണ് ഈ ഒരു മെഴുകുതിരി നമുക്ക് കത്തിക്കുകയും ചെയ്യാം. മെഴുകുതിരി നമുക്ക് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാം. ഇവിടെ ഹാരവും കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ മേടിക്കുന്ന കൊന്തകളും നമ്മൾ മേടിക്കുന്ന വെള്ളവും എണ്ണയും എല്ലാം വെഞ്ചരിക്കുന്ന ഒരു സ്ഥലം ഇതിനകമാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ കയറുമ്പോൾ പള്ളിയിലെ പൂർണ്ണമായിട്ടുള്ളൊരു രൂപം ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ക്യാമറയിൽ എന്തായാലും പകർത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ക്യാമറ അലോഡല്ല. അപ്പോൾ ഇവിടെയാണ് അച്ഛൻ അതിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനും നമുക്ക് കൊന്തയൊക്കെ വെഞ്ചരിച്ച് മേടിക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് നേരെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പള്ളിയുടെ ഉള്ളിലുള്ളൊരു പാർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ കുർബാനയ്ക്ക് പോകാനുള്ളൊരു ശ്രമമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, രാത്രിയത്തെ ഒരു കാഴ്ച. ഇവിടെ മുട്ടിട്ടഴയുന്നത് കണ്ടില്ലേ, മുട്ടിട്ടഴയുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. പകലാകുമ്പോൾ ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ദൂരം ഇങ്ങനെ ഇഴഞ്ഞ് പോകണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ മുട്ടിലും കമന്നുമൊക്കെ പോകുന്നുണ്ട്. അങ്ങെത്താൻ വളരെ കഷ്ടമാണ്. വെയിലടിച്ചൊരു പരുവത്തിലാവും. അപ്പോൾ നേരെ ഞാൻ മലയാളം കുർബാന നടക്കുന്ന പള്ളിയിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളതിൽ ഏറ്റവും വലിയ പള്ളി ഇതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ പള്ളിക്കുള്ളിലാണ് കുർബാന. അപ്പോൾ ഞാൻ കുർബാന കാണാനായിട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുർബാന നടക്കുന്നുണ്ട്. മലയാളികൾ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഡൗട്ടുണ്ടായിരുന്നു. ഈ പള്ളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പള്ളി നിറച്ച് മലയാളികളാണ്. അപ്പോൾ ലത്തീൻ കത്തോലിക്കയുടെ ഒരു കുർബാനയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കണ്ട് പുറത്തിറങ്ങാൻ പോവുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മലയാളം കുർബാന നടക്കുന്ന ചർച്ചിൻ്റെ പുറത്താണുള്ളത്. അപ്പോൾ കുർബാന തീർന്നു കഴിഞ്ഞു. അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. നമ്മളെ കേരളത്തിൽ മഴ പൊടി പൊടിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഭയങ്കര വെയിലാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ക്യാമറയിൽ പോലും നോക്കാനായിട്ട് സാധിക്കുന്നില്ല, അത്രയ്ക്ക് നല്ല ചൂടാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ ഏകദേശം കണ്ടു കഴിഞ്ഞു. നിങ്ങളും കണ്ടു കഴിഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ രാമേശ്വരത്തേക്കാണ് യാത്ര. അപ്പോൾ ഇത് പോകുന്ന വഴിക്കുള്ളൊരു വീഡിയോ എടുത്ത് ഞാൻ എന്തായാലും ഇത് വൈൻഡപ്പ് ചെയ്യും. കാരണം കൂടുതൽ ലെങ്തായ കാണാനൊരു താല്പര്യം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് എന്തായാലും വിശദമായി കണ്ടുവരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് രൂപങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കണ്ട് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഒരു വലിയ യേശു ക്രിസ്തുവിൻ്റെ രൂപം ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. അത് കാണാനായിട്ട് ഞാൻ നടന്ന് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. നടന്ന് തന്നെ നമ്മൾ കണ്ട് തീർക്കണം, അത്രയ്ക്ക് മേലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ പള്ളിയുടെ വ്യൂ ഒന്നുകൂടെ പകർത്തിയിട്ട് ഞാൻ എന്തായാലും നടക്കാൻ പോകാൻ കേട്ടോ. പള്ളി കണ്ടില്ലേ, ജാങ്ക് പള്ളിയാണ്. നല്ല വേനല, കണ്ണിൽ മൊത്തം ചൂടടിച്ചൊരു പരുവമായി കേട്ടോ. അപ്പോൾ ഈ പള്ളിയുടെ മറ സൈഡിൽ വന്നിട്ടുണ്ട്. ഞാൻ ആ ക്യാമറ പിടിക്കുമ്പോൾ കിട്ടിയോ കിട്ടിയില്ലെന്നൊന്നും അറിയില്ല. അപ്പോഴും ഞാനിങ്ങനെ സംസാരിച്ച് പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് കണ്ടില്ലേ, ചവറ് വൃത്തിയാക്കുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വേസ്റ്റ് എല്ലാം തൂത്തുവാരി കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ച ആ ഒരു പ്രതിമയുടെ പുറകു സൈഡിൽ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നടന്നത് ഞാൻ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് കാണാനായിട്ട് അധികം പള്ളീനെക്കാട്ടി ഹൈറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക, അടിപൊളിയായിട്ട് കേട്ടോ. ഭയങ്കര ലുക്കാണ് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാനും എന്തായാലും ഒറ്റയ്ക്ക് സെൽഫി എടുക്കാനൊക്കെ വളരെ കഷ്ടപ്പാടാണ്. എങ്കിലും ഞാൻ എടുത്തു. ഇവിടുത്തെ അല്ലാതെ തന്നെ കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് ഞാൻ കണ്ട് വീണ്ടും മലയാളം കുർബാന നടക്കുന്നതിൻ്റെ അങ്ങോട്ട് എന്തായാലും നടന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പോകുന്നത് നമുക്ക് വെള്ളം മേടിച്ച് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അത്ഭുത കിണറൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെയാണ് അത്ഭുത കിണറുള്ളത്. മാതാവ് വെള്ളം കുടിച്ച ആ ഒരു അത്ഭുത കിണറും ഇവിടെ കുഞ്ഞുങ്ങളെ കിട്ടാനായിട്ട് തൊട്ടിൽ കെട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞാനും ഒരു കുപ്പി മേടിക്കണം. ഇവിടെ മാതാവിൻ്റെ രൂപത്തിലുള്ള കുപ്പി മേടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോവുകയാണ്. ഈ കിണർ ഞാൻ കാണിച്ചു തരാം. അത്ഭുത കിണർ ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് നമുക്ക് നോക്കി കാണാനായിട്ട് സാധിക്കും. രാത്രി വന്ന് എനിക്ക് അറിയില്ലായിരുന്നു. രാത്രി വന്ന് നോക്കിയാൽ നമുക്ക് ഇത്തിരി കൂടെ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. വെട്ടമുണ്ട് കേട്ടോ. ഈ പകലൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇവിടെയാണ് നേർച്ച വെച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ അതും കണ്ട് ഞാൻ നേരെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുഞ്ഞുങ്ങളെ കിട്ടാത്തവർക്ക് തൊട്ടിൽ കെട്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തൊട്ടിൽ കെട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തൊട്ടിലുകൾ ഇങ്ങനെ കെട്ടി ഇട്ടിരിക്കുന്നതും കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതും കണ്ട് ഞാൻ അടുത്ത് പോകുന്നത് കുപ്പി മേടിക്കാനാണ്. ഞാൻ പറഞ്ഞില്ലേ, മാതാവിൻ്റെ രൂപത്തിലുള്ള കുപ്പി ഞാൻ മേടിക്കാൻ ടോക്കൺ എടുത്തിട്ടുണ്ട്. 20 രൂപയാണ് കേട്ടോ. കുപ്പി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് നമ്മളിനി വെഞ്ചരിച്ച വെള്ളം മേടിക്കാനായിട്ട് പോകുന്നു കേട്ടോ. ഇവിടെയാണ് വെഞ്ചരിച്ച വെള്ളം മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും മേടിച്ച് ഞാനങ്ങനെ തളർന്നിരുന്നപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ വണ്ടി
ഇതുവഴി പോകുന്നു. അപ്പോൾ അതും കണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നിങ്ങൾ വേളാങ്കണ്ണി പള്ളിയിലെ കാഴ്ചകളാണ് കേട്ടത്. അപ്പോൾ വേളാങ്കണ്ണിയിലെ കാഴ്ചകൾ കണ്ട് ഞാൻ എന്തായാലും രാമേശ്വരത്തേക്ക് മടക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വീഡിയോ വളരെ ലെങ്ത് കൂടിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കാണാനുണ്ട്. ഈ പള്ളിയിലെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മനോഹരം തന്നെയാണ്, വന്ന് കാണേണ്ടത് തന്നെയാണ്. കേരളത്തിന് വേണ്ടി ഇത്രയും വലിയൊരു പള്ളി തന്നെയുണ്ട് കേരള കുർബാന നടത്താനായിട്ട്. അതായത് മലയാളം കുർബാനയ്ക്ക് വമ്പൻ തിരക്കാണ്. ഇപ്പോൾ സീസൺ അല്ല, വെക്കേഷൻ സമയമായിട്ടും ഭയങ്കര തിരക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.